പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതിനും പലപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ അത്യധികം ഉത്സാഹിച്ച് പരിശ്രമിക്കുന്നുണ്ട്. ഒന്ന് സാധിച്ചു കഴിയുമ്പോൾ മറ്റൊന്ന് വിധത്തിൽ മറ്റൊന്ന്, ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ പരിശ്രമിച്ചിട്ട് അവസാനം നിരാശനായി ഒന്നും സാധിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട്, ധനം നഷ്ടപ്പെട്ടു, സമയം നഷ്ടപ്പെട്ടു, നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഭവനങ്ങളിലുള്ളവർ പലരും നമ്മുടെ മനസ്സിന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അല്ലേ, അവർ മരിച്ചു പോയെന്നല്ല, നമ്മുടെ മനസ്സിന്, സന്തോഷത്തിന്, സ്നേഹം, അവരിൽ നിന്നുള്ളത് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തില്ല. ഇങ്ങനെയുള്ളവർ, പ്രിയപ്പെട്ടവർ, ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ തന്നെ ആ സരള ഹൃദയത്തോടു കൂടിയാണ്. ദൈവത്തിൻ്റെ ഹൃദയം സരള ഹൃദയമാണ്, നീതിയുള്ള നേരായ മാർഗത്തിലുള്ള ഹൃദയമാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ചത് അതേ സാദൃശ്യത്തിലാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്തു? മനുഷ്യനെ അത് സാത്താൻ അടിയറ വെച്ചു. ഒരേ സമയത്ത് നമ്മളെ ഉൽപ്പത്തി 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, സാത്താൻ വശീകരിച്ചു. ദൈവം സൃഷ്ടിച്ച സരള ഹൃദയം, നീതിയുള്ള നേരായ മാർഗത്തിലൂടെ ചരിക്കുന്ന ആ ഹൃദയം സാത്താനെ അടിയറ വെച്ചപ്പോൾ അവർ സാത്താൻ്റെ ഹൃദയമായ വാങ്ങിച്ചു വെച്ചു. സാത്താൻ അവരൊക്കെ എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഇനിയും ഉയർത്താം, ദൈവത്തെ പോലെയാക്കാം, അതുകൊണ്ട് എൻ്റെ കൂടെ ചേരുക. അങ്ങനെ ചേർന്നാണ് മനുഷ്യൻ ഇന്നും അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മ്ലാനവദനരായി, നിരാശബോധത്തിലാണ്ടുപോയി, എപ്പോഴും ദുഃഖിതരായി, വിഷാദഗ്രസ്തരായി കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭാപ്രസംഗിയൻ 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ നേരുള്ള അല്ലെങ്കിൽ സരളഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവൻ്റെ ഇപ്പോഴത്തെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൂത്രങ്ങൾ മൂലം ആണ്, അവൻ്റെ തന്നെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ തന്നെ സൂത്രങ്ങൾ കൊണ്ടാണ്. സാധാരണ എന്തുവാ? സൂത്രബുദ്ധി, കൗശലബുദ്ധി. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ പറയുന്നുള്ള കൗശലബുദ്ധിയെല്ലാം മനുഷ്യനെ ഉപദേശിച്ചു കൊടുത്ത്, നീ ഇങ്ങനെ പോരാ, ഇനിയും ആകണം, അത് ഞാൻ നിനക്ക് നേടിത്തരാം, ദൈവം തരാത്തത് ഞാൻ നിനക്ക് നേടിത്തരാം. ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞതുപോലെ നേടിത്തരാമെന്ന് ഓരോരുത്തരെയും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ മ്ലാനവദനരായി, വിഷാദ ചിത്തരായിട്ട് നമ്മൾ കാണുന്ന, നിരാശരായിട്ട്. കാരണം അത് സാത്താൻ്റെ സമ്മാനമാണ് നിരാശ. അപ്പോൾ അത് ദൈവത്തിനെയല്ല. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? ദൈവം എന്നെ ഇങ്ങനെയാക്കി, എന്നെ ദൈവം താഴ്ത്തിക്കളഞ്ഞു, ദൈവം എന്നെ ഇങ്ങനെയാക്കി, എൻ്റെ വിധി. ദൈവത്തെ ഒരിക്കലും പഴിക്കുക, ദൈവത്തെ പഴിക്കുകയാണ്, ആ പരിശുദ്ധാത്മാവിനെ പഴിക്കുകയാണ്. അത് ദൈവനിന്ദയാണ്, അത് മാരകമായ പാപമാണ്. കാരണം സാത്താൻ അതാണ് നമുക്ക് ഓതിത്തന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പഴിക്കുന്നു. അങ്ങനെയുള്ളവരെ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളും കാണാം, ചിലപ്പോൾ നമ്മളിലും ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അത് വലിയ ദൈവനിന്ദയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യണം? കർത്താവിൻ്റെ ആ സരള ഹൃദയം നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കണം. അതിന് സങ്കീർത്തനം 139 23-24 വാക്യം, അത് സദാസമയം 24-ാം വാക്യം, സദാസമയം ഉരുവിടാം. ചെറുവാക്യങ്ങളാണ്, സദാസമയവും ഉരുവിടാൻ പറ്റുന്ന ഒരു വാക്യമാണ്. ദൈവമേ, വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ദൈവമേ, വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഈ പ്രാർത്ഥന 10 സെക്കൻഡ് കൊണ്ട് ചൊല്ലി തീർക്കുക. അത് നമ്മളെ ഹൃദയം ദൈവത്തിന് കൊടുത്ത് അത് ചൊല്ലുക. സദാസമയം ഉരുവിടുക. ഈ മ്ലാനാവസ്ഥ, ഈ അലസതാവസ്ഥ, നിരാശാവസ്ഥ
ഇതെല്ലാം മാറിക്കിട്ടും, ഉടനെ മാറിക്കിട്ടും. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ഈ പ്രാർത്ഥന ഒരു ദിവസം കൊണ്ട് നിങ്ങൾ പല പ്രാവശ്യം ചെല്ലുമ്പോൾ ഏത് ജോലി ചെയ്യുമ്പോഴും ചൊല്ലാം. ഈ പ്രാർത്ഥന ഉരുവിട്ടാൽ സാത്താൻ്റെ ആ സൂത്ര കൗശലം നിറഞ്ഞ ആ ഹൃദയം മാറ്റി ദൈവം നിൻ്റെ ആ പഴയ ഹൃദയം നമ്മിൽ പുനർസൃഷ്ടിച്ച് തരും, പുനർനിർമ്മിച്ച് തരും. അത് പരീക്ഷിച്ച് നോക്കുക. 1-2 ദിവസത്തിനകത്ത് വെച്ച് പൂർണ്ണമായി നീ ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറും. അതിനുവേണ്ടി പരിശ്രമിക്കുക. ദൈവം സഹായിക്കട്ടെ. ആമേൻ.